ഹായ് ഗൈസ്, വീട്ടിൽ പട്ടിയുണ്ടോ എന്ന ഏരിയയിലേക്കേ അടുക്കൂല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഈ കാണുന്ന ഐറ്റത്തിന് കിടന്ന് കുഞ്ചിക്കുന്നത്. ഇതാണ് എൻ്റെ ബെയിലി. 2.5 വയസ്സുള്ള ഒരു പുരുഷനാണ് ഇവൻ. പേര് ബെയിലി എന്നാണെങ്കിലും ആസ് യൂഷ്വൽ ഞങ്ങൾ 1000 പേര് ഇവനെ വിളിക്കും. ഇവൻ ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ കൊച്ചി ഫ്ലാറ്റിലായിരുന്നു. ഇപ്പം ഞങ്ങൾ കണ്ണൂരേക്ക് പോവാണ്. പാക്കിങ്ങും പെട്ടി എടുത്തൊക്കെ കണ്ടിട്ട് ആകെ വിഷമിച്ചിരിക്കുവാണ്. പിന്നെ ഇവന്റെ ഹാർനസ് ലീഷൊക്കെ എടുത്തപ്പോൾ ഇവന് മനസ്സിലായി ഞങ്ങളോട് ഇവനും ഉണ്ട് എന്ന്. അപ്പോൾ സങ്കടമൊക്കെ മാറി ഒരു എക്സൈറ്റ്മെന്റ് ആയി. എങ്ങോട്ടേക്കാ പോകുന്നത്, എന്തിനാ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇങ്ങനെ പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലാറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 4 തവണയെങ്കിലും ഞങ്ങൾക്ക് താഴെ പോകണം ഇവന്റെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ. അതുകൊണ്ട് ലിഫ്റ്റൊക്കെ ഞങ്ങൾക്ക് നിസ്സാരം, ഈസി ആയിട്ട് അങ്ങ് കയറുവാണ്. ശീലായേ. കാറ് കയറുന്നതിന് മുന്നേ നന്നായി ബ്രഷ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു വിഗ് ഉണ്ടാക്കാൻ മാത്രം രോമം ഉണ്ടാവും. ഭയങ്കര ആവേശത്തിൽ അങ്ങ് ചാടി കയറി. പിന്നെയാണ് നോക്കിയത് ഞങ്ങളൊന്നും കയറിയില്ലല്ലോ. ഒരു ഏഞ്ചലിനെ പോലെ ഇരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് സമയം ഇരിക്കും, കുറച്ച് സമയം കിടക്കും, പക്ഷെ ഉറങ്ങൂല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ ഭയങ്കര പാനിക്കാവും. വിശപ്പ് തുടങ്ങിയപ്പോഴേക്കും കഴിക്കാൻ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചാണ്. ബേലിക്ക് ഞങ്ങൾ പുഴുങ്ങിയ 2 മുട്ട കൊടുത്തു, പിന്നെ അവൻ്റെ ബിസ്ക്കറ്റും കുറച്ച് വെള്ളവും. ആള് ഹാപ്പി. അവൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു, ഞങ്ങൾ സ്നാക്സ് കഴിച്ചു. സാധാരണ ഞാൻ എന്ത് കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഷെയർ ചോദിക്കുന്നതാണ്. ഇന്ന് എന്താ അറിയില്ല, വടി പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവനുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഒരു കോഫിയും കൂടെ കുടിച്ച് ഞങ്ങൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് സമയം ബാക്കിലിരുന്നു, ഇവനൊരു കമ്പനി ആവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തിരുന്നു. നേരത്തെ നല്ലോണം വെള്ളം കുടിച്ചുകൊണ്ട് അടുത്ത ബ്രേക്കിന് സമയമായി. പക്ഷെ നട്ടപ്പൊരി വെയിലത്തായിപ്പോയി. വെയിലൊന്നും പ്രശ്നമല്ലാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ മണപ്പിച്ച് നടക്കുകയാണ്. പിന്നെ വേഗം പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും കയറി. ഞങ്ങൾക്ക് പിന്നെയും വിശന്നു. പൊറോട്ടയും ബീഫും വാങ്ങിച്ച് ഞങ്ങൾ ഷെയർ ചെയ്തു. അതിലത്തെ ബീഫ് നല്ലോണം കഴുകി പിന്നെ ഒരു പുട്ടിൽ മിക്സ് ചെയ്ത് ബേലിക്കും കൊടുത്തു. ആഹാ, ഷബാഷ്, അവന് ഭയങ്കര സന്തോഷമായി. മടമടാന്ന് അടിച്ചു കയറ്റി. ഞാൻ കഴിക്കുമ്പോൾ വീണ്ടും വടി പോലെ ഇരിക്കുവാണ്. എന്തു പറ്റിയാവോ, ഷെയർ ഒന്നും ചോദിക്കുന്ന കാണുന്നില്ല. എന്തായാലും സമാധാനമായിട്ട് അതുകൊണ്ട് ഞാൻ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തി. കണ്ണൂർ കാല് കുത്തിയതും കോക്ടെയിൽ അങ്ങ് കുടിച്ചു. പിന്നെ നേരെ വീട്ടിലെത്തി. അങ്ങനെ ലോങ് ട്രിപ്പും കഴിഞ്ഞ് അമ്മേനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി.